വാർത്തയിലേക്ക് സ്വാഗതം. ഗൃഹനാഥൻ ചികിത്സയ്ക്ക് നാട്ടിൽ പോയതോടെയാണ് സൗദിയിൽ മലയാളി കുടുംബം ഒറ്റപ്പെട്ടു പോയത്. ആഴ്ചകൾ നീണ്ട മാനസിക സംഘർഷത്തിനൊടുവിൽ ആ കുടുംബം നാട്ടിലെത്തി. ജിസാനിലെ സ്വകാര്യ പ്ലാസ്റ്റിക് കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശി ഹംസ കൊമ്പൻ ഏതാനും മാസം മുൻപാണ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാട്ടിൽ പോയത്. ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്താമെന്ന് കരുതിയായിരുന്നു ഇദ്ദേഹം കുടുംബത്തെ ജിസാനിൽ തനിച്ചാക്കി നാട്ടിൽ പോയത്. എന്നാൽ കോവിഡ് പ്രതിസന്ധി മൂലം യാത്ര തടസ്സപ്പെടുകയും തിരിച്ചു വരാൻ കഴിയാതാവുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ ഒറ്റപ്പെട്ടു പോയ കുടുംബം യാത്രയ്ക്കായി നിരവധി വാതിലുകൾ മുട്ടുകയും ഒടുവിൽ ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റിയിൽ എത്തുകയുമായിരുന്നു. തങ്ങളുടെ പ്രശ്നം പറയുകയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് കല്ലായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും റിയാദ് ഇന്ത്യൻ എംബസിയുടെയും സജീവ ശ്രദ്ധയിൽ ഈ പ്രശ്നത്തെ കൊണ്ടുവരികയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ നിരന്തര പ്രശ്നങ്ങൾക്കൊടുവിൽ റിയാദിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാനുമതി ലഭിച്ചു. വീണ്ടും ഹാരിസ് കല്ലായി റിയാദിലേക്കുള്ള യാത്രാനുമതിക്കായി ജിസാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ സമീപിക്കുകയും അനുമതി നേടിയെടുക്കുകയുമായിരുന്നു. യാത്രയ്ക്കുള്ള സഹായം നൽകാമെന്ന് സൗദി നാഷണൽ ആക്ടിംഗ് പ്രസിഡന്റ് അഷ്റഫ് വേങ്ങാട്ടും അറിയിച്ചു. ജിസാൻ റിലീഫ് വിംഗ് അംഗമായ ബാവ ഗൂഡലൂരിന്റെ സഹായത്തോടെ കുടുംബത്തെ റിയാദിലെത്തിക്കുകയും റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ താമസ സൗകര്യം ഏർപ്പെടുത്തി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയ എയർ ഇന്ത്യയിലാണ് ഈ കുടുംബം നാട്ടിലെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.